ഒരു പരിശോധനയെ ഇത്രത്തോളം വിവാദമാക്കുകയും ആ പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ മനോവീര്യം കെടുത്തുന്ന രീതിയിൽ അവരോട് പ്രതികരിക്കുകയും ചെയ്തത് വിവാദം എന്നത് മാത്രമല്ല, അത് വളരെ മോശമായി പോയി. കാരണം താങ്കൾ സൂചിപ്പിച്ചതുപോലെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു MP-യാണ് ഷാഫി പറമ്പിൽ. മാത്രമല്ല, ജനങ്ങൾക്കിടയിൽ സ്വീകാര്യനായ ഒരു വ്യക്തി എന്നുള്ള, ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള ഒരു ഇമേജുമുണ്ട് ഷാഫി പറമ്പിലിന്. പക്ഷേ ആ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയിട്ട് ഇപ്പോൾ ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് പക്വതയായില്ലെന്ന് നമുക്ക് കരുതാം. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അടക്കം നിയന്ത്രിക്കേണ്ടത് ഷാഫി പറമ്പിലാണ്. പക്ഷേ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നതൊക്കെ കേട്ടു നിൽക്കുകയാണ്. അവസാന ഘട്ടത്തിൽ മാത്രമാണ് ഒന്ന് ഇടപെടുന്നത്. തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥരോട് ഇതിനു മുൻപും ഇടപെട്ട് ശീലമുള്ള ഷാഫി പറമ്പിൽ അവിടെ എടുത്തത് കുറച്ചുകൂടി ഉത്തരവാദിത്തപരമായ സമീപനമായിരുന്നെങ്കിൽ ഷാഫിക്ക് കൈയടിച്ചേനെ കേരളം. അനാവശ്യമായി പരിശോധന നടത്തുന്നു, ബുദ്ധിമുട്ടിക്കുന്നു എന്നൊക്കെ അവിടെയുള്ള ആ ഷോ ഇല്ലാതെ പറഞ്ഞിരുന്നെങ്കിൽ ആളുകൾ കുറച്ചുകൂടി കൺവിൻസിംഗ് ആയേനേയും, ആളുകൾക്ക് കുറച്ചുകൂടി ഇവരോടുള്ള ഒരു ബഹുമാനം അവിടെ നിലനിന്നേനേയും. പക്ഷേ ഈ പരിശോധനയ്ക്കിടയിൽ അവർ നടത്തിയ വാഗ്വാദം, അതാണ് അവരുടെ തന്നെ വില കളഞ്ഞത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ പെട്ടിയേക്കാൾ ഉപരി അവിടെ പറഞ്ഞ വാക്കുകൾക്കാണ് കൂടുതൽ വെയിറ്റേജ് എന്നതാണ് എൻ്റെ നിരീക്ഷണം. കാരണം വാഹന പരിശോധന ജീവനക്കാരുടെ ചുമതലയാണ്. മാത്രമല്ല, ഈ പരിശോധനകളുമായി ജനങ്ങൾ സഹകരിക്കണം എന്ന് ജില്ലാ കളക്ടർ മാധ്യമങ്ങളെയൊക്കെ വിളിച്ച് കഴിഞ്ഞ 11-ാം തീയതി തന്നെ വലിയ രീതിയിൽ അത് വ്യക്തമായി തന്നെ പറഞ്ഞതാണ്. എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ അത് വിശദീകരിച്ചതാണ്. ഇങ്ങനെയായിരിക്കും പരിശോധനകൾ, എത്ര സ്ക്വാഡുകൾ ഉണ്ടാകും, എല്ലായിടങ്ങളിലും എല്ലാ പഞ്ചായത്തുകളിലും തന്നെ ഈ പരിശോധനാ വാഹനങ്ങൾ ഉണ്ടാകും എന്ന രീതിയിലുള്ള അറിയിപ്പുകളൊക്കെ നൽകിയതാണ്. അല്ലാതെ പൊടുന്നനെ ഇന്നലെ രാത്രിയിൽ പൊട്ടിമുളച്ചതല്ല ഈ പരിശോധനാ സംവിധാനം എന്ന് പറയുന്നത്.